പ്രകാശമേ അഗ്നിയായി ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. ഇസ്രായേലിൻ പ്രകാശമേ അഗ്നിയായി ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. എന്നിൽ കത്തി വളരണമേ. മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. രത്തിൽ വന്നു വസിച്ചിടണേ. രത്തിൽ വന്നു വസിച്ചിടണേ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ. കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ. കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. ശ്രീഹരി നിറഞ്ഞ ആത്മാവേ എന്നിൽ നിറയണമേ. ശ്രീഹരി നിറഞ്ഞ ആത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. അഗ്നിസ്നാനം ചെയ്യണമേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണമേ. സാക്ഷിയായി ഉയർത്തണമേ, നിന്നെ സാക്ഷിയായി ഉയർത്തണമേ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ. കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി എന്നിൽ വളരണമേ. പാപമെല്ലാം ശാന്തനാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ. കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഏറ്റുപറയാ ഓ പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഓ പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഓ എന്റെ ഭാഗ്യമേ, ഓ എന്റെ ഭാഗ്യമേ, ഓ പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഓ പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഓ എന്റെ ഭാഗ്യമേ. ഓ എന്റെ ഭാഗ്യമേ. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഒരു വചനം കൂടെ പറഞ്ഞിട്ട് നമുക്കിരിക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വചനം.
ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. ഏറ്റു പറയാ, ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞേ, ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കുക. യേശു ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസം നമ്മൾ ഏറ്റുപറയും. ഇപ്പോൾ യേശു ക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ. നമ്മൾ ഇന്നിന്റെ ജീവിതം നയിക്കുന്നവരാണ്. ഇന്ന് കഴിഞ്ഞത് പോയി അല്ലേ? കഴിഞ്ഞത് ഉപേക്ഷിച്ചോ? നമ്മളെ കഴിഞ്ഞ വേദനകളെ ഓർമ്മപ്പെടുത്തുന്ന ദുഃഖ സ്വപ്നങ്ങളൊക്കെ വിട്ടോ? എല്ലാവരും ഉപേക്ഷിച്ചോ? ക്ഷമ കൊടുത്തോ? നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമ കൊടുത്തോ? എല്ലാവരും കൊടുത്തെങ്കിൽ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ് പറയുക. ഇപ്പോൾ യേശു ക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുക. ഐക്യപ്പെടുക എന്നുള്ളതിന്റെ അർത്ഥം ഒരു വാക്കിലോ 2 വാക്കിലോ ഒന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് വിസ്തൃതമാണ്. അതെത്രത്തോളം വിസ്തൃതമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. യേശു ക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. അക്കാഡമിക്കൽ എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്കതിനെ പരിമിതപ്പെടുത്തുവാനും പറ്റും. യേശു ക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നവർ ഒന്നാകുന്ന അവസ്ഥ. യേശു ക്രിസ്തുവിനെ എല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞു. സകലതും യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞ വ്യക്തി നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടോ? നമ്മളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചോ? ആത്മശോധന ചെയ്യുക. അവർക്ക് ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ. ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നവർ ഒന്ന് കരങ്ങൾ ഉയർത്തി എന്ന് സ്തുതിച്ചാൽ നമ്മൾ രക്ഷപ്രാപിക്കും. ഹല്ലേലൂയ. 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 ഈശോയെ ഈശോയെ. ഹല്ലേലൂയ. 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 ഈശോയെ 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 ഈശോയെ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു പറയാം. വിശ്വാസ പ്രമാണം നമുക്കൊരു പ്രാവശ്യം ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചൊല്ലിയിട്ട് നമുക്കിരിക്കാം. വിശ്വസിക്കുന്നേൻ സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധന്മാരായി കന്യാമറിയത്തിൽനിന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലും ഒരു പ്രാവശ്യം കൂടി വിശ്വസിക്കുന്നേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഗർഭസ്ഥനായി കന്യാമറിയത്തിൽനിന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിലേക്ക് 3-ാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ സഭയും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിലും നിത്യാനന്ദത്തിലും വിശ്വസിക്കുന്നു. ആമേൻ. അർത്ഥം മനസ്സിലാക്കി ഹൃദയത്തിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കുക. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്തിനാ ചോദിച്ചാല് ഒത്തിരി അശുദ്ധമായ ദുരാത്മാവിന്റെ ഒരുപാട് പ്രവൃത്തികൾ വിട്ടുപോകും. അടുത്ത നാളിലെ ഞാൻ അച്ഛൻ്റെ കൂടെ ഒരിടത്ത് അച്ഛനെ സഹായിക്കുവാൻ വേണ്ടി പോയപ്പോൾ കണ്ടതാണ് ഒരു ഭവനത്തിൽ വർഷങ്ങളായിട്ട് എഴുന്നേൽക്കുവാൻ നിവർത്തിയില്ലാതെ കിടന്ന ഒരു മകള്. ആ ഭവനത്തിൽ കയറി ചെന്നപ്പോൾ വചനം പ്രഘോഷിക്കുന്ന റാഫേൽ ബ്രദർ, അച്ഛന് എല്ലാവരും 7 പ്രാവശ്യമാണെന്ന് തോന്നുന്നു, 7 പ്രാവശ്യം മറ്റോ ഈ വിശ്വാസ പ്രമാണം ഏറ്റു പറഞ്ഞു ചൊല്ലി. എന്നിട്ട് പ്രാർത്ഥിച്ചു. ഈ കടന്നിരുന്ന സഹോദരി
പിറ്റേ ദിവസം സമാപന ദിവസം ആ സഹോദരിയെ കൊണ്ട് ദേവാലയത്തിൽ അവർ വന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനം തകർന്ന അവസ്ഥയില് നിരുന്മേഷവാരായി നിരാശയിലൊക്കെ ഹൃദയം തകർന്നും മനസ്സ് തകർന്നും ഒക്കെ പരാജയമായി കിടക്കുന്നവരെ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി വിശ്വാസത്തോട് ഏറ്റുചൊല്ലുമ്പോൾ എഴുന്നേൽക്കും, ശക്തി പ്രാപിക്കും, രോഗപീഠകളൊക്കെ വിട്ടു. കണ്ടതിന്റെ അനുഭവത്തിൽ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അച്ഛൻ രാവിലെ പറഞ്ഞല്ലോ, കുറഞ്ഞതൊരു 13 പ്രാവശ്യമെങ്കിലും ദിവസം അർത്ഥം മനസ്സിലാക്കി നമ്മൾ നമുക്കൊരു പ്രാവശ്യം കൂടെ വിശ്വസിക്കുന്നേ. സർവശക്തനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും കർത്താവുമായ ഈശോമിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിനുള്ള ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. പുസ്തകത്തിന്റെ ആശ്രയിലും പൂർണ്ണാത്മാവായ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. വിശ്വാസ വർഷം നമ്മൾ ആ വിശ്വാസ പ്രമാണം എത്രത്തോളം ആഴത്തിൽ പഠിച്ചത് ഏറ്റുപറയുമ്പോൾ, ദൈവം സ്നേഹമാകുന്നു എന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ ആരാണ് പേടിച്ചോടുക? സാത്താൻ പരാജിതനായി ഓടും. കാരണം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ദൈവം മക്കൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഏറ്റുപറഞ്ഞ് അവനെ ആരാധിക്കുന്നു. അവൻ സ്നേഹമാണ്. അവൻ ആദ്യം കള്ളം പറഞ്ഞു, ഹവ്വായോട് കള്ളം പറഞ്ഞു, ട്വിസ്റ്റ് ചെയ്തവൻ സംസാരിച്ചു. എന്താണ് പറഞ്ഞത്? ഇങ്ങനെയല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് ദൈവമക്കളുടെ അവകാശത്തിൽ നിന്നും അല്ലെ തെറ്റിദ്ധരിപ്പിച്ചു. നമ്മൾ അനുഭവിക്കേണ്ട ആ സന്തോഷവും സ്നേഹവും എല്ലാം നമ്മളിൽ നിന്നും തട്ടിയെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമ്മുടെ വിശ്വാസ പ്രമാണം എത്രയോ പ്രാവശ്യം ഏറ്റു പറയണം. ആകയാൽ യേശു കർത്താവാണ് ഏറ്റു പറയാം. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നീ രക്ഷ പ്രാപിക്കും. ഞാൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, അധരം കൊണ്ട് ഏറ്റുപറയണം. സ്ഫുടമായി ഉച്ചത്തിൽ ഏറ്റുപറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിൽ വിശ്വസിച്ചത് വിശ്വാസത്തോടുകൂടി ഏറ്റുപറയുമ്പോൾ ആരോടും? സാത്താനോടും. അവന്റെ തിന്മാണ ശക്തികളെല്ലാം നിർവീര്യമാകും. കാരണം നമ്മളിപ്പോൾ സ്നേഹത്തെ കുറിച്ച് കേട്ടു. ആന്തരിക സൗഖ്യത്തിലേക്ക് വന്നു. നമ്മൾ ആന്തരിക സൗഖ്യം ലഭിച്ച നമ്മള് ഇനിയും പൂർണ്ണമായ ഒരു രക്ഷാനുഭവം സ്വന്തമാക്കുക. അത് സ്വന്തമാക്കി ഇന്നിവിടുന്ന് പോയാല് അത് കാക്ക കൂത്തിക്കൊണ്ടുപോകാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹങ്ങൾ കർത്താവ് തന്നുകൊള്ളും.
അനുഗ്രഹദാതാവായ കർത്താവ് കൂടെ വസിക്കുമ്പോൾ വേണ്ടിയത് കർത്താവ് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. വീണ്ടും വചനം പറയുന്നു, 11-ാം വചനം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും, ഏറ്റു പറയും, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. ഓരോ വചനവും ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. അതിന് മാറ്റമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ 9:6 പറയുന്നു, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഇവിടെയും പരാജയപ്പെടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് സന്തോഷത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടോ വചനം പഠിപ്പിക്കുകയാണ്. റോമർ 8:1. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഇനിയും നമ്മൾ യേശുക്രിസ്തുവിൽ നിന്ന് അകലാൻ പാടില്ല. അവനാണ് ശിക്ഷാവിധി ഇല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റിക്കൊള്ളും. ഹല്ലേലൂയ. വന്ന പരാജയങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. കർത്താവിനെ ഏൽപ്പിച്ചല്ലോ, അവിടുന്ന് രൂപപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒന്ന് ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സന്തോഷിക്കുമ്പോഴും വിശ്വാസം നമ്മൾ ഏറ്റുപറയും. ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതാണ് നമ്മളിവിടെ എപ്പോഴും പ്രാർത്ഥിക്കാറ്. എപ്പോഴും നമ്മളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. അച്ഛൻ മരിഭവന്റെ പ്രാർത്ഥനയിൽ അണിച്ചു തന്നിരിക്കുന്നത് അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. അടുത്ത വചനം, എന്തെന്നാൽ യേശുക്രിസ്തുവിനുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉത്തമ മനസ്താവോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും. അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപാവസ്ഥകളെല്ലാം ഏറ്റുപറഞ്ഞ് ഉത്തമ മനസ്താവത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിരിക്കും. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കും, ജയിക്കും. നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതാണ്. തിന്മ ഉപേക്ഷിച്ചാൽ മാത്രം പോലെ അവിടെ എന്ത് ചെയ്യണം? തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ എത്രയോ മാത്രം ഇതാണ് പറഞ്ഞത്, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ശത്രുവിനെ സ്നേഹിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ. ഞാൻ യേശു ക്രിസ്തുവായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പഠിപ്പിച്ചത് നമ്മൾ അനുസരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ക്ഷമിക്കുന്ന സ്നേഹം. ക്ഷമിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷമ കിട്ടുന്നില്ല. കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കാൻ നമ്മളായിട്ട് ഇടം കൊടുക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ, ശരീരത്തിന്റെ ജഡികമായി ലൗകികമായി നമ്മൾ ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നതിനോടാണ് പറയുന്നത്. ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയാഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. സമാധാനം നഷ്ടപ്പെട്ടെങ്കിൽ ജീവനും സമാധാനവും നൽകുവാൻ വരുന്ന യേശുക്രിസ്തു, സ്നേഹത്തിന്റെ സുവിശേഷവും സ്നേഹം തന്നെയായ ദൈവം അവിടുത്തെ സ്വന്തമാക്കി. യേശുക്രിസ്തുവിനുമായിട്ട് ഐക്യപ്പെട്ടു, യേശുവിനെ സ്വന്തമാക്കി, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ പറയുമ്പോൾ
നമ്മളത് എഴുതി വെക്കുമ്പോൾ ഇതാണ് അർത്ഥമാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് കോറിന്ത്യക്കാർക്ക് എഴുതിയ 1 ലേഖനം 3-ാം അധ്യായം 18-ാം വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലം ആണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആബാ പിതാവേ എന്ന് വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച്, ദൈവാത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുകയും ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും. കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമുക്ക് ആഗ്രഹിക്കുന്നത് സാധിക്കാതെ പോകുന്നത്? നമ്മൾ വളരെ ലളിതമായ കാര്യങ്ങളൊക്കെ തന്നെ മാത്രം ആഗ്രഹിക്കുന്നത്, വൻകാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നത്. വൻകാര്യങ്ങൾ കർത്താവ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇവിടെ നമുക്ക് മനസ്സിലാക്കും, എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടുന്നില്ല. ദൈവാത്മാവിന്റെ പ്രവർത്തനം ജഡത്തിന്റെ പ്രവർത്തനം തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗമാണ്. തിരിച്ചറിയുക. പരിശുദ്ധാത്മാവ് നമ്മുടെ നിത്യസഹായകനാണ്. ആത്മാവ് നമ്മളെ ബലഹീനതകളെ സഹായിക്കുന്നവനാണ്. എന്നാൽ ഇതെല്ലാം നമുക്കറിയാം, എങ്കിലും ആഗ്രഹിക്കുന്നത് നിവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം നമ്മളിൽ ജഡത്തിന്റെ ആസക്തികളും മോഹങ്ങളും നിലനിൽക്കുന്നെങ്കിൽ അർത്ഥം ഇതാണ്, ക്രിസ്തുവുമായി ഐക്യപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മശോധന ചെയ്ത് തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ക്രിസ്തുവിലേക്ക് വളരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കിയെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് രാവിലെ മുതൽ നമ്മൾ മനസ്സിലാക്കി അല്ലേ? യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്നതിന്റെ പൂർണ്ണാർത്ഥം എന്താണ്? അങ്ങനെയാണ്. ഒരു ഒഴുക്കൻ മട്ടിൽ പോവുകയല്ല ഈ ജീവിതം. ദൈവത്തിലുള്ള ജീവിതം ഒരു ഒഴുക്കൻ മട്ടല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇനിയും വരുന്ന വചനങ്ങൾ നമുക്ക് കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴില്ല. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. നമ്മൾ ഇനി ഈ ജഡത്തിന്റെ വ്യാപാരം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം. വിശദീകരണത്തിലേക്ക് പോകണ്ടല്ലോ, കർത്താവ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. വ്യഭിചാരം, അശുദ്ധി, ശരീരവും മനസ്സും ആത്മാവും അശുദ്ധമായ അവസ്ഥ. ഇവ നമ്മുടെ സംസാരം പോലും നമ്മളെ വ്രണപ്പെടുത്തുന്നുണ്ട്, അനേകരെ വ്രണപ്പെടുത്തുന്നുണ്ട്, നമ്മളെ അശുദ്ധരാക്കുന്നുണ്ട്. യാക്കോബ് പഠിപ്പിക്കുന്നുണ്ട്. അശുദ്ധി, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യന്മാർ, അവരാണ് ദൈവത്തെ കാണുക, സ്വന്തമാക്കുക. ദുർവൃത്തി,
തെറ്റായ പ്രവൃത്തി. വിഗ്രഹാരാധന ദ്രവ്യാസക്തി തന്നെയായ വിഗ്രഹാരാധന. ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കാതെ കണ്ട് മറ്റുള്ളവയിലേക്ക് നമ്മളെ പോകുന്നതിനെയാണ് വിഗ്രഹാരാധന എന്ന് പറയുക. ഹല്ലേലൂയ. ആഭിചാരം, കർത്താവിൽ നിന്നും അകന്ന് അന്യ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ആഭിചാര പ്രവർത്തികളിൽ വിശ്വസിക്കുകയോ ജയിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ. ശത്രുത, കലഹം, അസൂയ, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അസൂയ ആത്മീയ തലത്തിലുള്ളവരുടെ ഇടയിൽ പോലും കണ്ടുവരുന്ന ഒന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കപ്പെടാതെ എനിക്കിപ്പോൾ ഒരു ആത്മീയ മേഖലയിൽ ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. 2 വചന പ്രഘോഷകരെ തന്നെ എടുക്കാം. ഗിഫ്റ്റുകളുള്ള വചന പ്രഘോഷകനും ഗിഫ്റ്റ് ഇല്ലാത്ത വചന പ്രഘോഷകനും തമ്മിൽ അസൂയകളുണ്ട്. വളരെ സാത്താൻ മുതലെടുക്കുന്ന മേഖലകളാണ്. അഭിഷേകമുള്ളവർ, അഭിഷേകമില്ലാത്ത, ഇതൊക്കെ തരംതിരിച്ച് പറയുന്നുണ്ട്. ഓപ്പണായിട്ട് ഞാൻ പറയുക, ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ആത്മായ സഹോദരങ്ങളിൽ. ആത്മായ സഹോദരൻ അറിഞ്ഞാൽ മാത്രം മതി. എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം പറഞ്ഞു നിങ്ങൾ കാണാം. നമ്മളിപ്പോൾ ദേവസന്നിധിയിലിരിക്കുന്നു. അസൂയ വളരെ വിശുദ്ധി ഉണ്ടാകേണ്ട ഒരു മേഖലയാണ്. കോപം ദൈവത്തിന്റെ നീതിക്ക് തടസ്സമാണെന്ന് യാക്കോബ് പഠിപ്പിക്കുന്നുണ്ട്. കോപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പാപം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ ആഗ്രഹത്തിന് സാത്താൻ അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടി. കാരണം കോപം നീണ്ടുപോയാൽ അവിടെ സാത്താൻ മുതലെടുത്തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്സര്യം ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ ഈശോ പറയുന്നുണ്ട്, ഈശോയുടെ മനോഭാവത്തിൽ പറയുന്നു, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഇതാണ് യേശു ക്രിസ്തുവിന്റെ മനോഭാവം. എല്ലാവരെയും ശ്രേഷ്ഠരായി കാണുന്ന അവസ്ഥ. ചെറിയവനും വലിയവനും ഒന്നുമില്ല. ഇതെല്ലാം ദൈവം തന്ന ദാനങ്ങളാണ്. എല്ലാം ദാനമായിരിക്കും, ഒന്നും ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനു അഹങ്കരിക്കും? എല്ലാവരെയും ദൈവത്തിന്റെ സാദൃശ്യത്തിനും ജാല സൃഷ്ടിച്ചു. എല്ലാവരുടെ കൂടെയും ദൈവം ഒരു കാവൽമാലാകെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ കാവൽമാലാക ദൈവത്തെ കണ്ടുകൊണ്ടുപോയിരിക്കും. ആരെങ്കിലും ഉള്ളുകൊണ്ട് അതും ഉണ്ട്. ഞാൻ പറയുന്നില്ല, അപാതയ്ക്ക് പോകുന്നില്ല. ഭിന്നത, വിഭാഗീയ ചിന്ത വളർത്തുന്ന ആത്മാവ്. വിഭാഗീയ ചിന്ത വളർത്തിക്കൊണ്ടുവരുന്ന കേട്ടാൽ അന്നേരം തന്നെ നിഷ്കാസനം ചെയ്യരുത്. ദൈവമക്കൾ അന്നേരം തന്നെ നിഷ്കാസനം ചെയ്യണം. അത് ആ സന്ദേശം ഉണ്ടെങ്കിൽ ഞാനത് ഒരു ദിവസം എടുക്കാം. ഒരു 3/4 മണിക്കൂർ വരുന്ന ഒരു സന്ദേശമായതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്നില്ല. വിഭാഗീയ ചിന്ത വളർത്തുക. വിദ്വേഷം, മദ്യപാനം, മതിരോത്സവം. വേറൊരു ബൈബിളിൽ ഞാൻ കണ്ട ഒരു വാക്ക് വെറികൂത്ത് എന്നൊക്കെ പറഞ്ഞു. വെറികൂത്ത്, താന്തോന്നിത്തരത്തിന്റെ അങ്ങേയറ്റം. വെറികൂത്ത്, ദൈവത്തെ മറന്ന് മദ്യവും മദ്രാശി എന്ത് വേണ്ട. ഇതാണ് ജീവിതം, ഇതാണ് അനുഭവിക്കുന്നത്. ഇതിവിടെ അനുഭവിച്ചില്ല പിന്നെ എന്താണ്? നമ്മളെ എല്ലാത്തിലും മണ്ടനെന്നൊക്കെ വിളിക്കുന്ന പക്ഷെ മാറ്റി നിന്ന് ആയിക്കോട്ടെ. മതിരോത്സവം. ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയാം, ഞാൻ മുമ്പ് നൽകിയ താക്കീതാണ്, അതിപ്പോ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു. നമുക്കൊന്ന് ഏറ്റു പറയാം. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഇത് നമ്മൾ പഠിക്കുന്നത്, ഇത് മനസ്സിലാക്കിയിരുന്ന് ഉപേക്ഷിക്കാൻ വേണ്ടിയാണ്. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മതിരോത്സവം. ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുക ഇല്ല എന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. നമ്മൾ ആത്മശോധന ചെയ്താൽ മതി. ആരും ആരെയും വിധിക്കരുത്.
അവനങ്ങനെയാണ്, അവളങ്ങനെയാണ്. ആരും അവരവരെ ആത്മശോധന ചെയ്തിട്ട് വിശുദ്ധിയിലേക്ക് വരിക. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ നമുക്കറിയാം, അത് നമുക്ക് ഏറ്റു പറയാം. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം. ഒന്നാമത്തേത് സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. പ്രഥമ സ്ഥാനീയം കൊടുത്തിരിക്കുന്ന സ്നേഹത്തിനാണ്. സ്നേഹം പിന്നീടുള്ളതെല്ലാം സ്നേഹത്തിന്റെ ഉള്ളത് കൊണ്ടുള്ള ഫലങ്ങളാണ്. ഫലമാണ്. ഈ സ്നേഹമില്ലാത്തിടത്ത് ഈ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. ഇവയ്ക്കെതിരായി സ്നേഹം എന്ന കൽപ്പന, ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു എന്ന് പറയുന്നത് ആ വ്യക്തിയാണ്. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പറയുന്ന ആ വ്യക്തി യേശുക്രിസ്തുവിനുള്ളവനാണ്. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ വഞ്ചിക്കുന്നു. ഇത് കൂടുതലൊന്നും വേണ്ടല്ലോ. യേശുക്രിസ്തുവിനുള്ളവർ, യേശുക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട അവസ്ഥ, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മൾ ഈ കേട്ട വചനഭാഗങ്ങൾ ഒന്നുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആത്മാവിൽ നിറഞ്ഞ് ഇന്ന് ഇത് ഏറ്റെടുത്തിട്ടുള്ളവർ, ഇത് വിശ്വസിക്കുന്നവർ രക്ഷയിലേക്ക് കടന്നു വന്നു 100%. ഇത് സ്വന്തമാക്കിയവർ, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയവർ, പുത്രനെ സ്വന്തമാക്കിയവർ, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയവർ. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ ഞാനും എന്റെ പിതാവും അവന്റെ കൂടെ വന്ന് വസിക്കും, ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയിലേക്ക് ആണ് പോകുന്നത്. പരിശുദ്ധ കുർബാനയിലൂടെയാണ് നമുക്ക് പൂർണ്ണമായ സൗഖ്യം. ഈ കേട്ട വചനഭാഗങ്ങളെല്ലാം ഒന്ന് നമ്മൾ ക്രോഡീകരിച്ചൊന്ന് ആത്മാവിൽ നിറഞ്ഞൊരു പരിശുദ്ധ ബലി അർപ്പിച്ചു രക്ഷയിലേക്ക് വന്നിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ.
യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയ്ക്കാ, യേശുവിൻ നാമം സൗഖ്യമാ, യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ രക്തചിഹ്നമാ, യേശുവിൻ രക്തസ്നേഹമാ, യേശുവിൻ രക്തം കരുതലാ, യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയ്ക്കാ, യേശുവിൻ നാമം സൗഖ്യമാ, യേശുവിനെ വീണ്ടെടുത്തു. സർവശക്തനായോനേ
രക്ഷകനും നാഥനുമായിട്ട് നമ്മളെ സ്വീകരിച്ചു. നമ്മൾ ഈശോയെ മറ്റുള്ളവർക്കും കൊടുക്കുക, അത് ക്ഷമിച്ച് സ്നേഹിച്ചു കൊടുക്കുക, കർത്താവിന് പ്രവർത്തിക്കുവാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കുക. നമ്മൾ എന്തെങ്കിലും നമ്മുടെ ആശ്രയഭാവങ്ങളുണ്ടെങ്കിൽ അത് 100% കർത്താവിനെ ഏൽപ്പിച്ച് കർത്താവിന് പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്കുമ്പോൾ മാത്രമാണ് കർത്താവിന് നമ്മളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കൂടി കഴിഞ്ഞ് അല്പം കൂടി നോക്കിയിട്ടാണ് കർത്താവിന് പ്രവർത്തിക്കുന്നത്. കാരണം കർത്താവ് ചോദിക്കുക പൂർണ്ണ മനസ്സും മുഴുവാത്മാവും മുഴു ശക്തിയോടെയും ഉള്ള കർത്താവിന്റെ അതിനോടുള്ള ആശ്രയവും ആരാധനയുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അതുകൊണ്ടാണ് സങ്കീർത്തൻ പറയുക, രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വയ്ക്കരുതേ. നമുക്ക് പറയാം, രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വയ്ക്കരുതേ. അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്ന് അവന്റെ പദ്ധതികൾ മണ്ണടിയുന്നു. യാക്കോബിന്റെ ദൈവം തുണയായിട്ടുള്ളവൻ തന്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അബ്രാഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് ഇവിടെ. കർത്താവായ എനിക്ക് മാറ്റമില്ല എന്ന് മലാക്കി 3:6 പറയുന്നുണ്ട്. കർത്താവായ എനിക്ക് മാറ്റമില്ല. സങ്കീർത്തനം 62-63 പറയുന്നുണ്ട്. സങ്കീർത്തനം പറയുകയാണ് ദാവീദ്, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. സങ്കീർത്തനം 62:1, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എന്റെ അഭയശിലയും കോട്ടയും, ഞാൻ കുലുങ്ങി വീഴുകയില്ല. ഹല്ലേലൂയ, ഞാൻ കുലുങ്ങി വീഴുകയില്ല. കർത്താവാണ് എന്റെ ആശ്വാസം, എന്റെ പ്രത്യാശ കർത്താവാണെങ്കിൽ ഞാൻ കുലുങ്ങി വീഴത്തില്ല. നമുക്ക് പറയാം, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. നല്ലവണ്ണം ഉറപ്പിച്ച് തീരുമാനമെടുക്കുക. കർത്താവിൽ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എന്റെ അഭയശിലയും കോട്ടയും, അവിടുന്ന് മാത്രമാണ് എന്റെ അഭയശിലയും കോട്ടയും, ഞാൻ കുലുങ്ങി വീഴുകയില്ല. വീണ്ടും പറയുന്നു, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എന്റെ അഭയശിലയും കോട്ടയും, എന്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല, എന്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്, എന്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. നമ്മൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് നമ്മളെ രക്ഷയിലേക്ക് വരികയാണ്. വിശ്വാസം നമ്മൾ ഏറ്റു പറയുകയാണ്. നിരന്തരം നമ്മളെ വിശ്വാസം ഏറ്റു പറഞ്ഞ് നമ്മളെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുകയാണ്, വിശുദ്ധീകരിക്കപ്പെടുകയാണ്, വിശ്വാസത്തിൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസം പരിശോധന ചെയ്യപ്പെടും എന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പോൾ കൂടുതൽ കർത്താവിലേക്ക് ശരണപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 63 പറയുന്നു, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും, ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രി യാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എന്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. അവിടുന്ന് എന്റെ സഹായമാണ്, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലതുകൈ എന്നെ താങ്ങി നിർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ ദിവ്യകാരുണ്യമേ,
ഓ പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഓ ഭാഗ്യമേ, ഓ പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഓ ഭാഗ്യമേ, ഓ പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഓ എന്റെ ഭാഗ്യമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി നമുക്ക് സങ്കീർത്തനം പറയുകയാണ്. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങേ പുകഴ്ത്തും, ഞാൻ കൈകൾ ഉയർത്തി അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവ് നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ചത്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നമ്മളെ തന്നെ കൊടുക്കുക. നമ്മളെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ചൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റും. ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായാൽ പിന്നെ പഴയതെല്ലാം കടന്നുപോയി. പഴയതിനെ കുറിച്ച് പിന്നെ നമ്മൾ ഓർക്കുന്നു. ദൈവം തന്ന നന്മകൾ മാത്രം ഓർക്കുക, അവിടത്തേക്ക് സ്തുതി അർപ്പിക്കുക. പരാജയ കാരണങ്ങളും എല്ലാം നമ്മൾ ഉപേക്ഷിച്ചു. ആന്തരിക സൗഖ്യ പ്രാർത്ഥനയിൽ നമ്മളെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇനിയും അതിലേക്ക് പോകുന്നില്ല. എന്നും ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ ഒന്നും ഒട്ടും കുറയാതെ നമുക്ക് സ്വന്തമാക്കാം. എല്ലാവരെയോടും ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എത്ര കൊടും ക്രൂരത എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സംഭവങ്ങൾ ആയിക്കൊള്ളട്ടെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധി ഉണ്ടാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 73 എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സങ്കീർത്തനമാണ്. കാരണം ആ സങ്കീർത്തനം എന്നോട് പറയുന്ന ഒരു വചനം ഇതാണ്. 73:21. എന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തിനെ മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനും ആയിരുന്നു. എന്റെ മനസ്സിന് എപ്പോഴാണ് മുറിവ് നിൽക്കുന്നത്? എനിക്ക് എപ്പോഴാണ് സന്തോഷമില്ലാത്ത അവസ്ഥ? എപ്പോഴാണ് എനിക്ക് സൗഖ്യമില്ലാത്ത അവസ്ഥ? സമാധാനമില്ലാത്ത അവസ്ഥ എപ്പോഴാണ്? ഇതെല്ലാം തരുന്ന കർത്താവിനെ സ്വന്തമാക്കാത്തപ്പോൾ. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുക, എന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, ക്ഷമിക്കാത്ത അവസ്ഥയും തന്മൂലമുള്ള സമാധാനം നഷ്ടപ്പെട്ട, സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥകളുമൊക്കെ എപ്പോഴാണ് എന്റെ ഹൃദയത്തിലുള്ളത്? എന്റെ ഹൃദയത്തിന് എപ്പോഴാണ് മുറിവേറ്റത്? അപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. ആ മൂഢ അവസ്ഥയിലോ ആ അജ്ഞതയിലോ ആയിരിക്കുവാൻ നമ്മൾ വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴെങ്കിലും എന്റെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവുകയോ എന്റെ മനസ്സിന് മുറിവ് അനുഭവം വീണ്ടും ഓർത്തോർത്ത് വരികയോ ചെയ്യുമ്പോൾ ഈ വചനം എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരും. സങ്കീർത്തനം 73:21. എന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. കണ്ടോ? ആർക്കാണ് ദോഷം വന്നത്? എനിക്കില്ല. എന്റെ മനസ്സിന് മുറിവേറ്റപ്പോൾ ഞാൻ ആർക്കാണ് കുഴപ്പം പറ്റിയത്? എനിക്കില്ല. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മളെ കർത്താവിന്റെ സ്വതന്ത്രനാക്കുന്നതിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക, വിമോചിപ്പിക്കുക. ബന്ധന അവസ്ഥയിൽ നിന്ന് രോഗങ്ങളൊക്കെ സുഖമാകും. അച്ഛനിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊള്ളട്ടെ, അഭിഷിക്തർ വന്ന് പ്രാർത്ഥിക്കട്ടെ. നീതിമാന്റെ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്നാണ് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. വിശ്വസ്തയോടെയുള്ള പ്രാർത്ഥന, നീതിമാന്റെ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഇവിടെ വന്നു കഴിയുമ്പോൾ, അഭിഷിക്തർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് 100% സൗഖ്യം മനസ്സിനും ആത്മാവിനും ശരീരത്തിനും ലഭിക്കണം.
ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, നമ്മുടെ സന്തോഷചിത്തരായി നമ്മുടെ ഭവനങ്ങളിൽ കടത്തി ചെന്ന് നമ്മുടെ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളെ വേദനിപ്പിച്ചവരോടൊന്ന് മുഖം സന്തോഷത്തോടെ നോക്കുമ്പോൾ അവിടെ വലിയ സൗഖ്യ അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയ. വേദനിപ്പിച്ചവരോടൊന്ന് സന്തോഷപൂർവ്വം പെരുമാറാൻ സാധിക്കുമ്പോൾ നമുക്ക് തന്നെയാണ് സൗഖ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും സാത്താൻ മുതലെടുക്കരുത്, അനുവദിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് സഹോദരങ്ങളെ യേശുക്രിസ്തുവുമായി ഐക്യപ്പെടുക എന്ന് പറയുന്നത്. ഞാനും നേരത്തെ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചു എന്ന് പറയുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഈ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും സകല വിശുദ്ധരുടെയും മധ്യസ്ഥവും പ്രാർത്ഥിച്ച് ഇരുന്നപ്പോഴാണ് കൂടുതൽ അനുഭവങ്ങളുണ്ടായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തിന് ഒരുപാട് അർത്ഥം വരും. ഏതാനും ഒരർത്ഥമോ രണ്ടർത്ഥത്തിലോ കൂടുതൽ ഞാൻ പറഞ്ഞില്ല. അത് മാത്രമാണ് ഇതിന്റെ അർത്ഥം എന്നതിന് അർത്ഥമില്ല. അങ്ങനെ ചിന്തിക്കും. കർത്താവിന്റെ ആത്മാവ് സഭയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പോഴാണ് നമുക്ക് സമ്പൂർണമായ രക്ഷാനുഭവം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമുക്ക് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ത്രിയേക ദൈവത്തിനെ, പരിശുദ്ധ ത്രിത്വത്തെ ഈ കുർബാനയിൽ ഈശോയെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ തിരുവോസ്തിയിൽ ഈശോയെ കാണാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈശോ തന്നെ അവിടെ വസിക്കും. നമ്മുടെ കൂടെ അവിടുന്ന് വന്ന് വസിക്കും. ഈ വിശ്വാസത്തിൽ ഞാൻ വളരേണ്ടിയിരിക്കുന്നു. ഈ തിരുവോസ്തി, ഈ ദിവ്യകാരുണ്യനാഥൻ, യോനാസ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7-8 അധ്യായങ്ങളൊക്കെ ഈശോ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന മോശ ചോദിച്ചു, നീ ആരെന്നാണ് ഞാൻ ഈജിപ്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ജനം ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? നിന്റെ പേര് ഞാൻ എന്ത് പറയും? ഈശോ പറഞ്ഞു, ഞാനാകുന്നവൻ, ഞാൻ ആകുന്നവൻ. ഈ യോനാസ്ലീഹ എഴുതിയ സുവിശേഷം ഈശോ തന്നെ പറഞ്ഞു. ഫരീസയരും നിയമജ്ഞരും ഒക്കെ തർക്കിച്ചപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ തന്നെ. മോശയ്ക്ക് ഇസ്രായേൽ ജനത്തെ ചെങ്കടലിലൂടെ കടത്തിക്കൊണ്ടുപോയ അതേ ദൈവം ഫിലിപ്പോസ് പറഞ്ഞില്ലേ, മോശയുടെ ഗ്രന്ഥത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ഒക്കെ ആരെപ്പറ്റി പറഞ്ഞിരിക്കുന്നു, അവനെ നസറനായ യേശുവിനെ ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ഈശോദന്റെ ഏൽപ്പിച്ചു കൊടുക്കലിന്റെ രാത്രിയില് അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം, ഇതെന്റെ ശരീരമാകുന്നു, എന്റെ രക്തമാകുന്നു. അത് തുടരുകയാണ്, അത് സഭയിൽ തുടരുകയാണ്. ഇന്ന് ഞാനത് ആമേൻ പറയുമ്പോൾ ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് ഞാൻ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ അത് അവിടുത്തെ സ്വീകരിക്കുക, അവിടുത്തെ ഉടമ്പടി ഞാൻ അനുസരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എന്നും ജീവിക്കുന്നവനായ ദൈവത്തിന് ഞാൻ ആമേൻ പറയുക. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അവർ തർക്കിച്ചുകൊണ്ട് പോകുമ്പോഴും മ്ലാനവതനായിരുന്നപ്പോഴേ ഈശോ അവരുടെ കൂടെ കൂടിക്കൊണ്ട് പറയുന്നില്ലേ, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഈശോ തന്നെ അവർക്കെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അവരുടെ കൂടെ ആ ഭക്ഷണത്തിലിരുന്നപ്പോൾ ഈശോ അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു, തിരുവചനം പഠിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ ഈശോ ആണ് ചെങ്കടൽ കടത്തിക്കൊണ്ടുപോയവൻ, മരുഭൂമിയിലൂടെ നയിച്ചവൻ, അബ്രാഹാമിനും ഇസഹാക്കിനും യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടവൻ, അശുദ്ധാത്മാക്കളെ പുറത്താക്കിയവൻ, എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തിയവൻ.
സഭയ്ക്ക് അധികാരം നൽകിയവൻ, പത്രോസിനെ ആദ്യത്തെ മാർപ്പാപ്പ ആക്കിയവൻ, സഭയിലൂടെ തന്റെ അധികാരം അഭിഷിക്തരോടെ ഇന്ന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ കരങ്ങളിലൂടെ ഈ ഒരു അപ്പം ഈശോയായിട്ട് മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് സഹോദരങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഇതാണ് അത്ഭുതം. പുരോഹിതന്റെ കരങ്ങളിൽ ഒരു അപ്പക്കഷണം പരിശുദ്ധ ത്രിത്വമായി മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ അത്ഭുതം. ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന സ്വന്തമാക്കുമ്പോൾ അപ്പോഴാണ് പൂർണ്ണതയിലേക്ക് എത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ മുഴുവനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഗാനം പാടി നമുക്ക് ആരാധിക്കാം. അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. പാവനപ്പാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനപ്പാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന
Praise the Lord. Hallelujah. 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 ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഈശോയെ സ്തുതി. ഈശോയെ ഈശോയെ ആരാധന. ആരാധന. Hallelujah. 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 ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഈശോയെ സ്തുതി. പരിശുദ്ധ കുർബാനയിൽ നിന്നും എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ എനിക്കുണ്ടായ ഒരു വലിയ അനുഭവം അത് ഷെയർ ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു തെറ്റാണെന്ന് ഞാൻ കരുതുകയാണ്. 96 നെടുകുന്നത്തെ കരിസ്മാറ്റിക് പ്രാർത്ഥനയിലെ ഗ്രൂപ്പിലെ വചന സന്ദേശം കൊടുക്കുമെന്ന് അതിലേക്ക് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. കരിസ്മാറ്റിക് പ്രാർത്ഥന ഗ്രൂപ്പ് ഇടവകയിലുള്ളതാണ്. ഞായറാഴ്ച ദിവസം ഞാൻ സാധാരണ കർത്താവിൻ്റെ ശുശ്രൂഷ നടക്കുന്ന ഭവനങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. കോർ ഗ്രൂപ്പാണ് അവിടെ നിശ്ചയിക്കുന്നത്, ആരാണ് വചനം പറയുക, ആരാണ് പ്രാർത്ഥന നയിക്കുക എന്നൊക്കെ അവർ ചൊവ്വാഴ്ച ദിവസം തീരുമാനിക്കും. എന്നിട്ട് പറയേണ്ട ആളെ അറിയിക്കും. എല്ലാ സൺഡേയിലും ഞാൻ അതങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഞായറാഴ്ച വൈകിട്ടാണ് പ്രാർത്ഥന. രാവിലെ 6 മണിയുടെ കുർബാന പങ്കെടുത്ത് കുർബാന സ്വീകരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഇന്ന് പ്രാർത്ഥന നടക്കുന്ന ഭവനത്തിന് വേണ്ടി അവിടുത്തെ അഭിഷേകം ഉണ്ടാകണം. എല്ലാവർക്കും അഭിഷേകം ഉണ്ടാകണം. അവിടെ വചനം പങ്കുവെക്കുന്ന മകന് അഭിഷേകം കിട്ടണം. വരുന്ന മക്കൾക്ക് ആവശ്യമായ വചനം ഈ മകനിലൂടെ കൊടുക്കണം. പ്രാർത്ഥന നയിക്കുന്ന മകനെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ കുർബാനയെല്ലാം സ്വീകരിച്ചു. സക്രാരിയിൽ നിന്നൊരു വെട്ടം, ഒരു ടോർച്ച് അടിക്കുന്ന ഒരു വെട്ടം, അകലമാണ് സക്രാരിയിൽ നിന്ന്, ഒരു ടോർച്ച് അടിക്കുന്ന ഒരു വെട്ടം എൻ്റെ ഉള്ളിലേക്ക് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ആ വെട്ടത്തിനൊപ്പം ഞാൻ എൻ്റെ ബൈബിളുമായിട്ട് പോയി അവിടെ മുട്ടുകുത്തി നിൽക്കുന്നതായിട്ട് കാണുക. അതെന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകന്റെ ഭവനമാണ്. ആ അധ്യാപകൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രയാണ് ഞാൻ കാണുക. അപ്പം വചനം പറയുന്ന മകൻ ആരാണോ അദ്ദേഹത്തിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി കൂടുതൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ടെൻഡർ വോയിസ്, നീ വചനം പറയണം. ഒരു കുഞ്ഞു സ്വരം, നീ പറയണം. ഇത് വെറും മനസ്സിന്റെ തോന്നലായിരിക്കാം. കാരണം ചൊവ്വാഴ്ച അവർ നിശ്ചയിച്ചതാണ്. അവിടെ വചനം പറയേണ്ടതാണെങ്കിൽ നേരത്തെ എന്നെ അറിയിക്കും. ഇത് മനസ്സിന്റെ ഒരു തോന്നലാണ്. പ്രാർത്ഥിച്ചിട്ടെല്ലാം കുർബാനയുടെ ബാക്കി ഭാഗത്തിന് ശേഷം വീണ്ടും മുട്ടുകുത്തി നിന്ന് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും അതുപോലെ തന്നെ സക്രാരിയിൽ നിന്ന് ടോർച്ചടിച്ച പോലുള്ള വെട്ടം വന്നു പ്രാർത്ഥിച്ചു. നീ പറയണം. കർത്താവേ, ഞാൻ ഇതുപോലെ കുർബാനയിൽ നിന്നും അവിടുന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട്. എനിക്ക് അനുഭവമില്ല. അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, വിശുദ്ധിയൊന്നും ഇല്ല. കർത്താവേ, ഇത് അങ്ങ് തന്നെയാണോ? കാരണം ഇതെന്നെ അസ്വസ്ഥപ്പെടുത്തുക എന്നുള്ളത് അതിന്റെ കൂടെ ഒരു സന്ദേശം കൂടെ തന്നു. വചനം പറയുവാൻ ഏൽപ്പിച്ചിരുന്ന മകന്റെ ഒരു ബന്ധു മരിച്ചിട്ടുണ്ട്, അവൻ എത്തുവാൻ അസൗകര്യമുണ്ട്, അതുകൊണ്ട് നീ പറയും. അപ്പൊ ഞങ്ങൾ തമ്മിൽ, ഞാനും ഈശോയും തമ്മിലൊരു ഡയലോഗ് തന്നെ നടന്നു. കർത്താവേ, അങ്ങനെ പറയാൻ പോയാൽ എന്ത് പറയും? ഇത് അവിടുത്തെ സ്വരമാണെങ്കിൽ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ കോർ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഇതുപോലെ ഒന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. ഇതുപോലെ തന്നെ എന്നോട് പറയണം. അങ്ങനെയൊക്കെ തന്ന ഈ ചിന്ത, വിചാരം അതുപോലെ തന്നെ എന്നോട് പറയുകയാണെങ്കിൽ എൻ്റെ ഈശോയെ എന്നോട് ക്ഷമിക്കണം.
സഹോദരങ്ങളെ പള്ളിയുടെ പുറത്തിറങ്ങിയപ്പോൾ മേൽക്കുട്ടി അറിയും സഹോദരൻ അപ്പച്ചനാണെന്ന് വചനം പറയേണ്ടിയിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു റിലേറ്റീവ് എടത്തുവായിൽ മരിച്ചു. ഞാൻ പള്ളിക്ക് പുറത്തിറങ്ങുമ്പോൾ കോർ ഗ്രൂപ്പിൽപ്പെട്ടവർ ഇന്നുകൊണ്ട് വട്ടം ചുറ്റി അവർ സംസാരിക്കുകയാണ്. വട്ടം കൂടി ഇന്ന് ആര് വചനം പറയും. ഇങ്ങനെ ഞാൻ പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കോർ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു സഹോദരൻ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, അങ്ങനെ പരിചയമുള്ളത് കൊണ്ട് എന്റെ അരികിലേക്ക് അവരോട് അനുവാദം ചോദിക്കാതെ കണ്ട് ഈ വ്യക്തി ഓടി വന്ന് എന്നോട് ചോദിച്ചു, അസപ്പച്ച അപ്പച്ചായന്റെ ചേച്ചിയുടെ ഒരാൾ മരിച്ചുപോയി, വചനം പറയാം. സഹോദരങ്ങളെ, ഞാൻ ഉത്തരം പറയാതെ കുനിഞ്ഞു നിന്നു. കാരണം അത് നമ്മുടെ കർത്താവ് ആണ് സംസാരിച്ചതെന്നുള്ള ആ ബോധ്യം എനിക്ക് തന്നു. അത് കർത്താവ് തന്നെ. അതേപോലെ തന്നെ ആ ചോദിച്ചതും ആ ചിന്ത തന്നതും കർത്താവിനോട് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയും പുറത്തിറങ്ങിയപ്പോൾ കിട്ടും. അതുപോലെ തന്നെ സംസാരിച്ചു. ഏസെന്നോ നോന്നോ പറയാതെ കൊണ്ടൊന്ന് തലയാട്ടാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. കാരണം കർത്താവ് സംസാരിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ നിന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ഈശോ സംസാരിക്കുന്നു പരിശുദ്ധ കുർബാനയിൽ നിന്ന്. ഇത് ഞാനിവിടെ പറഞ്ഞത് നമ്മുടെ ഈശോ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അന്ന് അതുപോലെ തന്നെ സംഭവിച്ചു. എന്റെ ആ ഭവനത്തിലേക്ക് കയറി ചെന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ്. അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ മുട്ടുകുത്തി നിന്ന് അദ്ദേഹം എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ കണ്ട പോലൊക്കെ തന്നെ സംഭവിച്ചു. ഈ സംഭവമാണെന്ന് ഞാൻ കോട്ട് ചെയ്യുക. ഈ സംഭവം മാത്രമാണെന്ന് ഞാൻ അവിടെ വചനത്തിൽ പറയുക. അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായി. എനിക്ക് പ്രാർത്ഥനാനുഭവ ധ്യാനം പങ്കുകൊള്ളണം. അസിസി ഭരണജ്ഞാനത്തെ ഉള്ള ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥനാനുഭവ ധ്യാനം പങ്കുകൊള്ളണം. പ്രാർത്ഥനാനുഭവ ധ്യാനത്തിന് വേണ്ടി ബുക്ക് ചെയ്യുവാൻ ഒരു പാലക്കാരനൊരു സുഹൃത്തിനെ ഏൽപ്പിച്ചു ഉള്ള ജോലിയിൽ നിന്ന്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, പ്രാർത്ഥനാനുഭവ ധ്യാനത്തിൽ പങ്കുകൊള്ളേണ്ട വ്യക്തി ആന്തരിക സൗഖ്യ ധ്യാനം കൂടിയിട്ട് വേണം വരുവാൻ, അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകത്തില്ല. സുഹൃത്തുക്കളെ, ഞാൻ അതാണ് ആന്തരിക സൗഖ്യ ധ്യാനം, ആന്തരിക സൗഖ്യ പ്രാർത്ഥന നമ്മൾ രാവിലെ എടുക്കും. ആന്തരിക സൗഖ്യ ധ്യാനം കൂടിയിട്ട് വേണം പ്രാർത്ഥനാനുഭവ ധ്യാനത്തിലേക്ക് പോകുക. അങ്ങനെ ധ്യാനത്തിൽ ബുക്ക് ചെയ്ത് അതിരമ്പുഴയുള്ള കാര്യസഭയിൽ പങ്കെടുക്കുക. അവിടെ ധ്യാനത്തിന്റെ 4-ാം ദിവസം അച്ഛൻ കുർബാന കഴിഞ്ഞ് പരിശുദ്ധ കുർബാന വീഞ്ഞിൽ മുക്കി നമ്മുടെ നാവിലേക്ക് തരുമ്പോൾ എന്റെ നാവില് ഒരു പച്ചച്ചോറയുടെ ചോയുണ്ടായി, ഒരു ടേസ്റ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ മൂണ പഴുതിരിക്കുക, ചിലപ്പോൾ അതായിരിക്കും, പല്ലിനൊക്കെ കൊണ്ട് അതിന്റെ രുചിയായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. അച്ഛൻ ഇത് അനൗൺസ് ചെയ്യുകയാണ്, ഇന്ന് ഞാൻ പരിശുദ്ധ കുർബാന വീഞ്ഞിൽ മുക്കി തന്നപ്പോൾ ഒരാൾക്ക് ഇവിടെ പച്ച ചോറയുടെ ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ആരാണെന്ന് ചോദിച്ച് എഴുന്നേക്കുവാൻ അച്ഛൻ ആവശ്യപ്പെട്ടപ്പോൾ ആരുമില്ല. ഞാൻ വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് ഞാൻ കരുതി. ഞാനും എഴുന്നേറ്റിട്ടില്ല, വേറെ ആരും എഴുന്നേറ്റിട്ടുമില്ല. പരസ്യമായി ഞാൻ എഴുന്നേറ്റുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛന്റെ പിന്നാലെ പോയി. കാര്യച്ചനാണ്. കാര്യച്ചന്റെ പിന്നാലെ ഞാൻ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കിങ്ങനൊരു സംഭവം ഉണ്ടായി, വേറെ വല്ലവരും ഉണ്ടോ ഒന്നും എഴുതാനുണ്ട്, ഞാൻ എഴുന്നേക്കാന്. അച്ഛൻ പറഞ്ഞു, ഈശോ പരിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം മകന് ഇല്ലാത്തതിന് ഒരു അടയാളം തന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പരിശുദ്ധ കുർബാനയിൽ സജീവനായിട്ട് ഇരിക്കുന്നു എന്ന് മകന് വിശ്വാസക്കുറവാണ്. ആ കുറവ് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് മകന് തന്നെ ഇത് തന്നിരിക്കുന്നത്. എനിക്കത് വെളിപ്പെടുത്തി തന്നാണ് അച്ഛൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാനിത് പറയുക പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പറയുക കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയെന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. അതിനുശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു, നെക്സ്റ്റ് സാറ്റർഡേ ഏകദിന കൺവെൻഷൻ ഉണ്ട്, അന്ന് വന്നൊന്ന് സാക്ഷ്യം പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ വലിയ സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് വലിയ സ്റ്റേജൊക്കെ. ഞാൻ മാനസികമായിട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്തു പോയി. ഞാൻ ഇന്നും എഴുതിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതും തൊട്ടിട്ടില്ല. പ്രിപ്പയർ ചെയ്തൊക്കെ വന്ന വചനഭാഗങ്ങളുണ്ട്, 2 പുസ്തകമുണ്ട്, രണ്ടും തുടങ്ങി വരുന്നിട്ടില്ല. അന്നും ഇതുപോലെ ഞാൻ പ്രിപ്പയർ ചെയ്തൊക്കെ പോയി. പക്ഷേങ്കില് 11 മണിക്ക് തുടങ്ങും. ഞാൻ രാവിലെ 10 മണിയൊക്കെ ആയപ്പോൾ എത്തി. അച്ഛൻ്റെ അരികിൽ ചെന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, അവിടെ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക, വേറെ ഒരു മുറിയിലെ ചാപ്പലിലെ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക.
ഞാൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ അസ്വസ്ഥനാകുക. കാരണം ഞാൻ എഴുതി പഠിച്ചുകൊണ്ട് വന്നതെല്ലാം വിട്ടുപോയി, മറന്നുപോയി, അസ്വസ്ഥനായി. അവിടുന്ന് കടന്നു കളഞ്ഞാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. അവിടുന്ന് കടന്നു കളഞ്ഞാലോ എന്ന്, ആരും കാണാതെ കണ്ട പുറത്തിറങ്ങി വിട്ടുകളഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അവിടെ കയറി വരിക. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ മുഴുവൻ പോയി, ഒന്നും ഓർക്കുന്നില്ല. എന്ത് പറ്റി? ഇല്ല, ഞാൻ കുറെ പ്രിപ്പയർ ഒന്നും, അത് സാരമില്ല. അതൊക്കെ കർത്താവ് അവിടെ സമൂഹത്തിന് വേണ്ടി ഇത് കർത്താവ് തന്നുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച് ഞാൻ സ്റ്റേജിലേക്കൊക്കെ പോവുകയാണ്. ഒന്നും എന്റെ കയ്യിലില്ല, വട്ടപൂജ്യമായിട്ട് ഞാൻ പോവുക. എന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ കയറി ചെയ്യുക. അവിടെ ചെന്ന് കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. വലിയൊരു സ്റ്റേജാണ്, 12,000 പേരുണ്ട്, ആദ്യമായിട്ടാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, എത്ര പേരുണ്ടെന്ന് മോൻ നോക്കണ്ട, 10 പേരായാലും 2,000 പേരായാലും 10,000 പേരായാലും അവിടെ പറയാനുള്ളത് കർത്താവ് പോലെ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാവും എന്നെ തന്നെയും പൂർണ്ണമായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു. അവിടെ കർത്താവ് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, അവിടെ കൂടിയിരുന്ന മക്കളെ അവർ തന്നെ സ്തുതിക്കാൻ തുടങ്ങി. ഒരു സങ്കീർത്തനം കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവ്, ജനങ്ങൾ അവിടെ ആർത്തിരമ്പാൻ തുടങ്ങി. അത് കഴിഞ്ഞെല്ലാം ഞാൻ അച്ഛൻ്റെ അടുക്കൽ ചെന്നു, അച്ഛാ ഇത് എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. എന്നോട് പറഞ്ഞു, അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അച്ഛൻ പറയുകയാണ്, അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. നമ്മുടെ ഉള്ളിൽ കയ്യിലുള്ളതല്ല, നമ്മുടെ സ്റ്റോക്കിൽ നിന്നല്ല. കർത്താവിന് നമ്മുടെ നാവ് വിട്ടുകൊടുക്കുമ്പോൾ, നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിനറിയാം മക്കൾക്ക് എന്തിന്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഇരിക്കുന്ന മക്കൾക്ക് എന്തിന്റെ ആവശ്യമുണ്ടെന്ന് അറിയുന്ന കർത്താവ് അത് മാത്രമേ ജയിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് വിളിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എന്റെ അനുഭവങ്ങളൊക്കെ വീണ്ടും പരിശുദ്ധ കുർബാനയിലുണ്ട്. അനുഭവങ്ങൾ രാവിലെ കോട്ടയത്താണ് ജോലി ചെയ്യുന്നെങ്കിലും കാലത്ത് എല്ലാ ദിവസവും ഇടവക ദേവാലയത്തിൽ പോയി ബലി അർപ്പിച്ചതിന് ശേഷം പോകും. അപ്പൊ ഇടവകയിലെ അച്ഛൻ ചോദിക്കാറുണ്ട്, എന്താണ് ഇങ്ങനെ വരാറ്? കരിസ്മാറ്റിക് അനുഭവമൊക്കെയാണ്. അച്ഛൻ ചോദിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞു, കുറെ അനുഭവം ഉണ്ട്, അത് കുറെ സമയം എടുക്കുന്നതാണ്. സമയം ഉണ്ടാക്കി ഞാൻ വിളിക്കാൻ വരണമെന്ന് പറഞ്ഞ് അച്ഛൻ പല പ്രാവശ്യം വിളിച്ചതാണ്. അച്ഛൻ്റെ ഒരിക്കൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അച്ഛൻ പിന്നെ പ്ലസ് പോയിന്റ് ഒന്നും പറയാതെ കൊണ്ട് എന്നോട് പറഞ്ഞു, എന്റെ കൂടെ ഇനി പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് വരണം. ഇടവക യൂണിറ്റ് പ്രാർത്ഥനകളിൽ അച്ഛൻ എന്നെ, ഞാൻ ഓഫീസിൽ നിന്ന് വന്നാൽ ഉടനെ അച്ഛൻ വിളിക്കും. അച്ഛൻ വണ്ടിയും കൊണ്ട് വരും, അച്ഛൻ്റെ കൂടെ പോകണം. എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിലുള്ളത് അച്ഛൻ പറഞ്ഞ അത് മതി, കയ്യിലുള്ളത് മാത്രം. ഞാൻ പ്രാർത്ഥന എടുക്കും, ഔസപ്പച്ചൻ വചനം പറഞ്ഞു. സഹോദര അങ്ങനെ തുടങ്ങിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പഠിപ്പിച്ച കർത്താവ് ഓരോ ദിവസത്തിനും ആവശ്യമായത് വിളമ്പിത്തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. വീണ്ടും ഇതുപോലെ തന്നെ അനുഭവങ്ങൾ ഉണ്ടായത് പങ്കുവച്ചപ്പോൾ ഇന്ന് സുവർണ ജൂബിലി, പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന തൃക്കൊടുത്താനം നാൽക്കുടിപ്പള്ളിയിലെ ഫാദർ ലാനിത്തോട്ടം, അദ്ദേഹത്തിൻ്റെ കൂടാണ് പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പരിശുദ്ധ കുർബാനയിലെ സജീവനായ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കണം. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന സജീവനായ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് വിശ്വാസത്തിൽ കൊണ്ടുവരണം. അതിനാണ് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ വിളിച്ചത്. അച്ഛൻ തന്നെ പറഞ്ഞ് അതിരൂപതയിലേക്ക് പഠിക്കുവാൻ വിട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ ഇതിവിടെ സാക്ഷ്യപ്പെടുത്തിയത്, ഈ തിരുവോസിയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മളോട് സംസാരിക്കും. കർത്താവേ, എന്റെ കുറവുകൾ എന്താണ്, എന്റെ അയോഗ്യത എന്താണ് ഈശോയോട് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. വിശുദ്ധ ഗ്രന്ഥത്തിലും സഭയിൽ അച്ഛന്മാരോട് സംസാരിക്കുമ്പോഴും അവർ വഴി വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ഔസേപ്പിതാവിന്റെ സാന്നിധ്യം സകല വിശുദ്ധരും സ്വർഗീയ ഗണങ്ങൾ ആ സഭ മുഴുവനും ഒന്നിച്ചു കൂടിക്കൊണ്ടാണ് ഈ ദിവ്യകാരണത്തിന്റെ മുമ്പിൽ ഇവിടെ ആയിരിക്കുക. നമ്മൾ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വെളിച്ചമായി മാത്രമല്ല ഈശോ തന്നെ വന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈശോ ചോദിക്കുന്നു,
ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ കൂടെ വന്ന് വസിക്കും, ഞാനും എന്റെ പിതാവും വന്ന് വസിക്കും, ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ഹല്ലേലൂയ. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നവരാരാണ്? ഉറ്റ സ്നേഹിതര്, ഉറ്റ ചങ്ങാതിമാര്, അതുപോലെ സ്നേഹിക്കുന്ന സ്നേഹം തന്നെയായ ദൈവത്തോട് നമ്മൾ ഐക്യപ്പെടുമ്പോൾ, ഇതാണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുമ്പോൾ, ഈ പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഇന്ന് അവൻ നമ്മളിലേക്ക് വരിക. അതിനെ മാറ്റി നിർത്തിയിട്ട് ഒരു സുവിശേഷമില്ല, ഒരു വചനപ്രഘോഷണമില്ല. സകല അനുഗ്രഹങ്ങളുടെയും ഉറവ ഒഴുകുന്നത് അൾത്താരയാകുന്ന പരിശുദ്ധ ബലിയാകുന്ന ആ നീർച്ചാലിൽ നിന്ന് തന്നെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഓ പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഓ പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഓ എന്റെ ഭാഗ്യമേ, ഓ എന്റെ ഭാഗ്യമേ, ഓ പരിശുദ്ധ ഓ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഓ എന്റെ സ്നേഹമേ, ഓ എന്റെ സ്നേഹമേ, ഓ പരിശുദ്ധ ഓ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഓ എന്റെ ഭാഗ്യമേ, ഓ എന്റെ ഭാഗ്യമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, അങ്ങന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങൊരിക്കലും എന്നിൽ നിന്ന് അകന്നു പോകരുതേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. സ്നേഹം മാത്രമായ, സ്നേഹം തന്നെയായ കർത്താവ് പരിപൂർണമായ സ്നേഹത്തിലേക്കാണ് നമ്മളെ വിളിക്കുക. പരിപൂർണമായ സ്നേഹം, സ്നേഹത്തിൽ, പരിപൂർണമായ സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, ശിക്ഷാവിധി ഭയപ്പെടേണ്ട. അതുകൊണ്ടാണ് ഇപ്പോൾ യേശുക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന തിരുവചനം ശക്തമായി നമ്മളോട് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയ്ക്ക് സമയമായി വരുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തും. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവ് തരുന്ന വലിയ സമ്പൂർണമായ ആ വിടുതൽ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ നീ എല്ലാ കാര്യത്തിലും ഐശ്വര്യമുള്ളവരും ആരോഗ്യമുള്ളവരും ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് കർത്താവിനോട് ചേർന്ന് നിന്ന വത്സല ശിഷ്യൻ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 3-ാം ലേഖനം 2-ാം വചനത്തിൽ പഠിപ്പിക്കുന്നു. നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കുന്നത് പോലെ നീ എല്ലാ കാര്യത്തിലും. ആത്മാവ്, 1-ാം സ്ഥാനം ദൈവത്തിന്, പരിശുദ്ധാത്മാവിന്. അപ്പോഴാണ് ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകുക. കയ്പ് നിറഞ്ഞ ആത്മാവ് പോട്ടെ, ക്ഷേമസ്ഥിതിയിലായ ആത്മാവിനെ സ്വന്തമാക്കിക്കൊണ്ട് സ്നേഹം, ആനന്ദം, സമാധാനം നഷ്ടപ്പെട്ടവര് ഈ സ്നേഹത്തിലേക്ക് വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ. നമുക്ക് ഏറ്റു പറയാം. സങ്കീർത്തകൻ ദാവീദ് പറയുന്നു, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അന്ന് പർവ്വതങ്ങളുടെ മുകളില് ആരാധന അർപ്പിക്കാൻ പോയെങ്കില് ആ മലയിലോ ഈ മലയിലോ അല്ല, സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ട സമയം ഇതാ വന്നു കഴിഞ്ഞു. സത്യത്തിലും ആത്മാവിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. സങ്കീർത്തനോട് ചേർന്ന് നമുക്ക് ഏറ്റു പറയാം. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാല് വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നമ്മുടെ കാല് വഴുതാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല, അനുവദിക്കത്തില്ല. എന്നോട് ഏറ്റു പറയാം. എന്റെ കാല് വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. എന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, കർത്താവാണ് എന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ
നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് പറയാം, എനിക്ക് തണലേകാൻ അവിടുന്ന് എന്റെ വലതുഭാഗത്തുണ്ട്. എന്റെ നല്ല പക്ഷത്ത് പാപം വെടിഞ്ഞ തിന്മയിൽ നിന്നും മാറി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന നമ്മുടെ കൂടെ, നമ്മുടെ വലതുഭാഗത്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. ഏറ്റു പറയാം, സകല തിന്മകളിൽ നിന്നും കർത്താവ് എന്നെ കാത്തുകൊള്ളും. അവിടുന്ന് എന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെയും ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 നമ്മുടെ കാല് വഴുതാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല. അവനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർ. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എന്നിലൂടെ അല്ലാതെ ആരും എന്റെ പിതാവിന്റെ അരികിലേക്ക് പോകുന്നില്ല. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും. ദിവ്യകാരുണ്യനാഥനിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിച്ചിട്ടൊരു ഗാനം ആലപിക്കാം. ഹല്ലേലൂയ, ഈശോയെ, 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 ഈശോയെ. ഉറക്കെ ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ വ്യസനങ്ങളും അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമ്പൂർണ്ണമായ വിടുതല, പൂർണ്ണമായ രക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ തരും. ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. ആരാധന. ഹല്ലേലൂയ, ഈശോയെ. അഗ്നിജ്വാല പോലെ